ഇതിന് ആംറസ്റ്റ് ഇല്ല കേട്ടോ. ഇവിടെ 2 USB പോർട്ട് കൊടുക്കുന്നുണ്ട്. ആംറസ്റ്റിൻ്റെ ഭാഗത്ത് USB പോർട്ടാണ്. ഇതൊരു വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കും. ഒരു കാര്യത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് അത് എഫിഷ്യൻസിക്ക് വേണ്ടിയായിരുന്നു, വെയിറ്റ് കുറവാണ്, കുറേ അധികം ക്രിറ്റിസിസങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം പഴയ സ്വിഫ്റ്റിൽ നിന്ന് കടക വിരുദ്ധമായിട്ടുള്ള പുതിയ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ കാണാം. ഈ കിടക്കുന്ന വണ്ടിയെ പരിചയപ്പെടുത്തുന്ന കാര്യമുണ്ടോ? ഇല്ലല്ലോ. റോട്ടിലിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ കാണുന്നതും നമ്മുടെ ഇന്ത്യൻ ജനതയുടെ ആ ഒരു മനസ്സ് കീഴടക്കിയതുമായിട്ടുള്ള ഒരു വണ്ടിയാണിത്. അത് മാരുതി സ്വിഫ്റ്റാണ്. പക്ഷേ ഈ വണ്ടിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഏറ്റവും പുതിയ 4ാം ജനറേഷനാണ്. അപ്പോൾ ഈ മോഡലിൽ കുറച്ചധികം മാറ്റങ്ങൾ കഴിഞ്ഞ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വണ്ടിയുമായിട്ട് രൂപത്തിൽ എനിക്ക് തോന്നുന്നു ഒറ്റ നോട്ടത്തിൽ വലിയ ആ ഒരു മാറ്റം തോന്നുന്നില്ല. പക്ഷേ കുറച്ചധികം മാറ്റങ്ങൾ ഈ വണ്ടിക്ക് വരുത്തിയിട്ടുണ്ട്. പുതിയ സ്വിഫ്റ്റിൻ്റെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഹെഡ് ലാമ്പിലും ഗ്രില്ലുമൊക്കെ ആണെന്ന് കാണാം. മുൻവശം എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഉയർന്നിരിക്കുന്ന രൂപത്തിലാണ് പഴയ സ്വിഫ്റ്റ് എടുത്ത് നോക്കുമ്പോൾ. LED ഹെഡ്ലാംപ്സ് ആണ്. LED ഹെഡ്ലാംപ്സിനകത്ത് തന്നെയാണ് ആ ഒരു ഇൻഡിക്കേറ്റർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇൻഡിക്കേറ്ററിൽ LED ഇല്ല, അത് സാധാരണ ഒരു ബൾബാണെന്നുള്ളത് കേട്ടോ. മൊഡ്യൂൾ വെച്ച് നോക്കുമ്പോൾ, അതായത് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഹെഡ് ലാമ്പ് അല്ലെങ്കിൽ ഗ്രില്ല് അല്ലെങ്കിൽ ബമ്പർ അല്ലെങ്കിൽ ഫോഗ് ലാമ്പ് ഇവയ്ക്കൊക്കെയും ഭംഗി വെച്ചു എന്ന് പറയുമ്പോൾ ഓവറോൾ സ്വിഫ്റ്റിന് എനിക്ക് ഭംഗി തോന്നിയില്ല കേട്ടോ. എനിക്ക് പഴയ മോഡലാണ് കുറച്ചുകൂടി ഇഷ്ടമെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ആ ഒരു 2011 വന്ന മോഡൽ. വശങ്ങളിൽ അലോയ് വീലിൽ മാറ്റമുണ്ട്. ഈ അലോയ് വീലിലെ മാറ്റം എന്ന് പറയുന്നത് കണ്ടോ, ശരിക്കും ഒരു ഇത്തിരി കൂടി ഭംഗിയുള്ള ഡയമണ്ട് കട്ട് അലോയ് ആയെന്നുള്ളതാണ്. ഡിസ്ക് ബ്രേക്കുകൾ കാണാം. അപ്പോൾ വീൽ സൈസ് എന്ന് പറയുന്നത് 185/65 R15 മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും. പിന്നിലെ ഡോർ ഹാൻഡിൽ കണ്ടോ, ആ ഒരു ഹാൻഡിലിപ്പോൾ ഡോർ തന്നെയാണ് മുകളിലായിട്ട് കൊടുത്തല്ല. അത് തീർത്തും നല്ല കാര്യമായിട്ട് തോന്നി. മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ ഏറ്റവും വലിയ ടോക്കിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയും എൻജിനുമാണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഹൈബ്രിഡ് പവർ ട്രെയിനിലേക്ക് വേണ്ടി കാത്തു വെച്ച ഒരു എഞ്ചിൻ എന്ന നിലയ്ക്ക് കാണാവുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ് ഇപ്പോൾ സ്വിഫ്റ്റിലുള്ളത്. ഇതിനകത്ത് Z സീരീസ് എഞ്ചിനാണ്. Z സീരീസ് എന്ന് പറയുമ്പോൾ Z12E, BOC ഒന്നല്ല, E ആണ്. അപ്പോൾ ശരിക്കും ഈ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് ഏറെക്കുറെ 82 PS ആണ്. 113 Nm ടോർക്കും ഉണ്ട്. മൈലേജിൻ്റെ കാര്യത്തിലാണ് കുറച്ചും കൂടി ഒരു കാര്യമുള്ളത്. അതായത് AMTക്ക് 25.75 km/ലിറ്ററാണ് പറയുന്നത്. മാനുവലിന് 24.8. 649 മുതൽ 964 വരെ വിവിധ വകഭേദങ്ങളുള്ള സ്വിഫ്റ്റിന് AMT മാനുവൽ മോഡലുണ്ട്. ഈ ഒരു വണ്ടിക്ക് ESP, അതുപോലെ 6 എയർ ബാഗുകൾ എല്ലാം സ്റ്റാൻഡേർഡാണ് എന്നുള്ളതാണ്. പുതിയ മാരുതി സ്വിഫ്റ്റിൻ്റെ പിന്നിൽ ആ ഒരു ബൂട്ട് ഡോർ അല്ലെങ്കിൽ ഹാച്ച് ഡോറ് ചെറുതായിട്ടൊന്ന് ഉടച്ചു വന്നിട്ടുണ്ട്. പാർക്കിംഗ് സെൻസർ 4 ക്യാമറ മൗണ്ടിംഗ് എന്ന് പറയുന്ന സെലറിൽ നേരിട്ട് ലിഫ്റ്റഡ് ആണ്. ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് തീർത്തും ആഫ്റ്റർ മാർക്കറ്റ് ഷാം. എന്ന് വെച്ചാൽ നമ്മൾ പഴയ സ്വിഫ്റ്റുകൾ കണ്ട പുറത്തുനിന്ന് വാങ്ങി വെച്ച ലൈറ്റുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ടെയിൽ ലാമ്പ് ഡിസൈനാണിത്. സ്വിഫ്റ്റിൽ വരാത്തൊരു മാറ്റം എന്ന് പറയുന്നത് സ്വിഫ്റ്റിന് ഇപ്പോഴും ആ ഒരു സ്പെയർ വീൽ എന്ന് പറയുന്നത് സാധാ വീലാണ്, അലോയ് വീലല്ല എന്നുള്ളതാണ്. അത് 80 km സ്പീഡ് ലിമിറ്റ് കൊടുത്തുള്ള ഒരു വീലാണ്. ഹാൻഡിലെന്ന് പറയുന്നത് ശരിക്കും നമുക്കേ പിടിച്ചങ്ങ് ഓപ്പൺ ചെയ്ത് അകത്ത് കയറാം. എല്ലാ കാറിൻ്റെയും പോലെ തന്നെയാണ് കേട്ടോ. റിയർ AC വെൻ്റ് ഉണ്ട്. ആ ഒരു AC വെൻ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന AC വെൻ്റാണ്. ആംറസ്റ്റ് ഇല്ല പിന്നിൽ. പിന്നെ ആ ഒരു ഹെഡ് റൂമും ലെഗ് റൂമും കാര്യങ്ങളൊക്കെ തന്നെയും തീർത്തും സെയിം ആയി തന്നെ തുടരാണ്. വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. ഇനി മുന്നിലോ ഈ ഒരു സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്, മാറ്റണമെന്ന് പറയാനില്ല. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് കാണാം. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് കാണാം. പിന്നീടൊക്കെ ഉള്ളതൊക്കെ ഡമ്മിയാണ്. ഇവിടെ ആ ഒരു എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചുണ്ട്. പഴയ സ്വിഫ്റ്റിൽ നിന്ന് കടക വിരുദ്ധമായിട്ടുള്ള പുതിയ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ കാണാം. ആ ഒരു വലിയ സ്ക്രീനും കൂടാതെ സിൽവർ ഇൻസെർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുതിയ ഡാഷ്ബോർഡിൻ്റെ കാര്യമായിട്ട് പറയാം. മീറ്റർ ക്ലസ്റ്ററിലുമുണ്ട് വ്യത്യാസം. ശരിക്കും ഈ ഒരു AC പാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയും കണ്ട ചോദ്യം ശരിക്കും മണ്ടത്തരാണ്. ഒരുപാട് സ്ഥലത്ത് കണ്ടാവും. ബലനോൽ കണ്ടിട്ടുള്ള ആ ഒരു പാനൽ തന്നെയാണിത്. ടോഗിൾ സ്വിച്ചുകളുള്ള AC എന്ന് പറയുന്നത് ഓട്ടോ AC ആണെന്നുള്ളതാണ്. ഈ ബട്ടൺസിനൊക്കെ ശരിക്കും ഒരിത്തിരി ഫീലും ഫീഡ്ബാക്കും കുറവാട്ടോ. ശരിക്കും ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരിത്തിരി ഇത് ക്ലിക്ക് ചെയ്യണതാണോ വെറുതെ വെച്ചതാണോ മനസ്സിലാവാത്തൊരു പ്രശ്നമുണ്ട്. സ്ക്രീനിലേക്ക് വന്നാൽ എനിക്ക് സ്ക്രീനിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കാരണം ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉള്ള നമ്മുടെ ബലനോൽ കണ്ട ആ ഒരു സ്ക്രീൻ തന്നെയാണത്. കുറഞ്ഞ വെർഷനുകൾക്ക് സ്ക്രീൻ മാറും. ഈ മീറ്റർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് പുതിയതാണ്. ടാക്കോമീറ്റർ റിംഗ് ഉണ്ട്, സ്പീഡോമീറ്റർ റിംഗ് ഇല്ല. കൂടാതെ റീഡബിലിറ്റി ഒത്തിരി ശോകമായിട്ട് തോന്നി. പിന്നെ എൻജിൻ ടെമ്പറേച്ചറും കൂടാതെ ഫ്യൂൽ മീറ്റർ അകത്ത് വെച്ചത് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ആ ഒരു റിംഗ് ഇല്ലാത്ത എന്തോ മറന്നു പോയ പോലൊരു ഫീൽ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആ നോബ് എന്ന് പറയുന്നത് മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് തുടരാണ്. പിന്നെ ഗ്ലോ ബോക്സ് ആണ്. ഗ്ലോ ബോക്സ് ഒക്കെ ആ ഒരു സെയിം തന്നെയാണ്. ലിഡിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ റിമെയിൻ സെയിം. AMT മാനുവലുള്ള ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഓടിക്കുന്നത് 5 സ്പീഡ് മാനുവലാണ്. മുമ്പിൽ കപ്പ് ഹോൾഡർ കാണാം. പിന്നെ
പുതിയ സ്വിഫ്റ്റിന് വയർലെസ് ചാർജിങ് പാഡ് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു മൊബൈലും വെച്ചിട്ടുണ്ട് അവരത് ആ ഒരു എന്താ പറയുക കാണിക്കാനായിട്ട്, ഡെമോ ചെയ്യാനായിട്ട്. ചെറിയ കമ്പി ഹോൾ പിന്നിലുണ്ട്. കൂടാതെ ഹാൻഡ് ബ്രേക്ക് കാണാം. ഇതിന് ആംറസ്റ്റ് ഇല്ല കേട്ടോ. ഇവിടെ 2 USB പോർട്ട് കൊടുക്കുന്നുണ്ട്. ആംറസ്റ്റിൻ്റെ ഭാഗത്ത് USB പോർട്ടാണ്. ഇതൊരു വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കും. അതായത് നമുക്കൊരു എക്സ്ട്രാ ആംറസ്റ്റ് വെച്ചാൽ നമ്മൾ ലൂസ് ചെയ്യാൻ പോകുന്നത് ഈ മൊബൈൽ ഹോൾഡറും ഈ ഒരു USB പോർട്ടുകളുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫൺ കാറിൽ നിന്ന് മാറിയിട്ട് ഒരു ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്കണോമിക്കലായിട്ടുള്ള വണ്ടിയായിട്ട് മാറി എന്നുള്ളതാണ്. ഈ വണ്ടിയിൽ എഫിഷ്യൻസിയുടെ കാര്യമായിട്ട് കുറേയധികം കാര്യങ്ങളെന്ന് പറയുമ്പോൾ ശരിക്കും സെറ്റിങ്സിനകത്ത് പോയിട്ട് നമ്മളിവിടെ ഈ ഒരു സെറ്റിങ്സിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് വണ്ടിയുടെ ആ ഒരു വെഹിക്കിൾ സെറ്റിങ്സിനകത്ത് പോകുമ്പോൾ ശരിക്കും ഇവിടെ നമുക്ക് ആ ഒരു AC കൺട്രോൾസിൻ്റെ മുകളിലൊക്കെ AC കൺട്രോൾസിൻ്റെ മുകളിൽ വരെ നമുക്ക് AC മോഡ്, ഐഡ്ലിംഗ് സ്റ്റോപ്പ് വെച്ചിട്ട് എക്കണോമി, സ്റ്റാൻഡേർഡ്, കംഫർട്ട് എന്നുള്ള മോഡുകളുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൽ നമ്മളത് ഓഫ് ചെയ്ത് ഓണാകുമ്പോഴേ ഏത് മോഡിൽ വേണം എന്നുള്ള കാര്യമുണ്ട്. സൗണ്ട് സിസ്റ്റത്തിൻ്റെ മുകളിൽ ആ ഒരു എല്ലാ സാധനങ്ങളും, അപ്പോൾ ബൊലേനോ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ, സൗണ്ട് സെൻസൊക്കെ തന്നെ ഉണ്ട്. എഫിഷ്യൻസിക്ക് വേണ്ടി ട്യൂൺ ചെയ്ത വണ്ടി എന്ന് പറയുമ്പോൾ 3 സിലിണ്ടർ എഞ്ചിനെ കുറിച്ച് സംസാരിക്കണം. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് സെഡ് സീരീസ് എഞ്ചിനാണ്. സെഡ് സീരീസ് എന്ന് പറയുന്നത് പുതിയ മാരുതി വണ്ടിയുടെ അല്ലെങ്കിൽ മാരുതി സുസുക്കിയുടെ ആ ഒരു ഹൈബ്രിഡ് എഞ്ചിനുകളിലേക്കുള്ള എഞ്ചിൻ്റെ ആദ്യ പതിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന വിധത്തിലാണ്. അതെന്താവുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സ്വിഫ്റ്റ് ഹൈബ്രിഡ് വരുന്ന പറയുന്നത്, ഹൈബ്രിഡ് പക്ഷേ വന്നിട്ടില്ല. നമുക്ക് സാധാരണ ആ ഒരു എഞ്ചിനാണ് കിട്ടിയിട്ടുള്ളത്. മൈൽഡ് ഹൈബ്രിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തില്ല. അതായത് യാതൊരുവിധ ഗിമ്മിക്കും ഇല്ലാത്ത സാധാ എഞ്ചിനാണ്. അതിലൊരു സിലിണ്ടർ അങ്ങോട്ട് വെട്ടി കുറച്ചു, അപ്പോൾ അതിനനുസരിച്ചുള്ള മൈലേജ് കൂടിയെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അപ്പോൾ ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ള പറയുന്നത്, നമ്മൾ ലളിതമായിട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ചെറിയ RPM, അപ്പോൾ 2000 RPM താഴെ നമ്മൾ ഏറെക്കുറെ 5ാമത്തെ ഗിയറിൽ 70 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന 28.6 കിലോമീറ്റർ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് അല്ല. സ്റ്റിൽ ഒരു 10 കിലോമീറ്റർ കുറച്ചാലും ഒരു 18.6 അങ്ങനെ, അല്ലെങ്കിൽ വേണ്ട 20 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് പറയാവുന്ന വിധത്തിലാണ് ഈ വണ്ടിയുടെ ഒരു കാര്യം. അപ്പോൾ റിഫൈൻമെൻറ്റ് ലെവലൊന്ന് നോക്കണം. അതായത് 3 സിലിണ്ടർ എഞ്ചിനാണ്. ഞാൻ മൈലേജ് വിട്ടേ, ഇനി അങ്ങോട്ട് നോക്കണ്ട. മൈലേജിൻ്റെ കാര്യം പറഞ്ഞു, ആ ഒരു കാര്യം കഴിഞ്ഞു. ഇനി ഓവർടേക്ക് ചെയ്യാനൊന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. കാരണം പഴയ 4 സിലിണ്ടർ അത്ര ആ ഒരു ഇനീഷ്യൽ ആ ഒരു ആക്സിലറേഷൻ ഈ വണ്ടിക്ക് തോന്നിയില്ല. പക്ഷേ റിഫൈൻമെൻറ്റ് നല്ലതാണ്. അത്യാവശ്യം നല്ല ആ ഒരു NVH ലെവൽസിൻ്റെ ഒരു ഗുണം എനിക്ക് കിട്ടി. അതായത് നോയ്സ്, വൈബ്രേഷൻസ്, ഹാർഷ്നെസ് ആണല്ലോ ഇതിൻ്റെ ഒരു NVH എന്നുള്ള ഫുൾ ഫോം. ആ ഒരു കാര്യത്തിൽ വലിയ പ്രശ്നം തോന്നിയില്ല. ഷാസിയൊക്കെ സെയിം ആണല്ലോ, അതായത് ഇതിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമൊക്കെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഹാൻഡിലിംഗ് മികവ് അനുഭവപ്പെട്ടു. ആ ഒരു മികവ് നമ്മൾ ഇത്തിരി സ്പീഡിലൊക്കെ എടുത്ത് ഓടിച്ചപ്പോഴും നന്ദി ഹിൽസ് കിട്ടി. ഹൈവേയിൽ ഓടിക്കുമ്പോൾ അത്യാവശ്യം ഫാസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്വിഫ്റ്റിൻ്റെ അത്രയും ഒരു നെർവസ്നെസ് ഫീൽ ചെയ്തില്ലാണ്. കുറച്ച് സ്പീഡ് കൂടുമ്പോഴേ ആ ഒരു വണ്ടി ഒരു ഇത്തിരി വെയിറ്റ് കുറവ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. വെയിറ്റ് കൂടിയിട്ടുണ്ടോ ഇല്ല രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഈ വണ്ടിയുടെ സസ്പെൻഷൻ സെറ്റപ്പ് കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒന്നും കൂടിയും ആ ഒരു കംഫർട്ടിനും വേണ്ടി ട്യൂൺ ചെയ്ത ലെവലിലേക്ക് സസ്പെൻഷൻ മാറിയിട്ടുണ്ട്. റൈഡ് ക്വാളിറ്റി കൊള്ളാം. അപ്പോൾ ആ ഒരു സസ്പെൻഷൻ ട്യൂണിങ്ങിൻ്റെ ഗുണം കൊണ്ടായിരിക്കണം കാല് കൊടുത്ത് വണ്ടി ഓടിക്കുമ്പോഴും എനിക്ക് വലിയ ഒരു നെർവസ്നെസ് ഫീൽ ചെയ്തില്ല. അതായത് ചുമ്മാ അങ്ങനെ തുള്ളി കളിച്ച് ഓടിക്കാൻ പറ്റിയൊരു വണ്ടി എന്ന നിലയ്ക്ക് ഈ വണ്ടി മാറിയിട്ടെന്ന് പറയുമ്പോൾ ഓൾറെഡി 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് ആ ഒരു മിഡ് റേഞ്ചും ആ ഒരു ടോപ്പ് എൻഡൊക്കെ നല്ലതായിരുന്നു. ഈ ഒരു വണ്ടിക്ക് എന്ന് പറയുമ്പോൾ 1 സിലിണ്ടർ കുറഞ്ഞു. അപ്പോൾ NVH വളരെ കൂടുതലായിരിക്കും എന്നൊരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സിനിമ കാണാൻ പോകുന്ന പോലെ അമിത പ്രതീക്ഷകളുടെ ഭാരമൊന്നും ഇല്ലാണ്ടാണ് വണ്ടി ഓടിക്കാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. അതായത് ഓക്കെ, ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ സാധാരണക്കാരുടെ ഒരു കാര്യത്തിൽ 4 സിലിണ്ടർ ആണോ 3 സിലിണ്ടർ ആണോ 5 സിലിണ്ടർ ആണോ എന്നുള്ളത് ഒരു വിഷയമല്ല. ഫ്യൂവൽ എഫിഷ്യൻസി വേണം. കുറഞ്ഞ പൈസയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റണം. അങ്ങനെ പറയുമ്പോൾ സെലേറിയോ എന്ന അപ്ഗ്രേഡ് എന്ന നിലയ്ക്ക് സ്വിഫ്റ്റിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ 6,64,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് കിട്ടുന്ന LXI മോഡലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 10 ലക്ഷം താഴെ 9,96 അല്ല 9,64 ആ ഒരു പ്രൈസുള്ള എക്സ്ഷോറൂം പ്രൈസുള്ള ZXi പ്ലസ് ഓടെ കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമുക്കവിടെ ബലേനോ ഓവർലാപ്പിംഗ് ഉണ്ട്. ബലേനോ വാങ്ങിയാൽ കുറച്ചും കൂടി വലിയ സ്പേസ് കിട്ടും, വലിയ വണ്ടിയാണ്. അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ നിൽക്കാം. പ്രൈസ് ഒരിത്തിരി കൂടുതലാണെന്നുള്ള ഒരു പോയിന്റ് ഊന്നിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അമിത പ്രതീക്ഷകളുടെ ഭാരമില്ലാണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ എനിക്കിത് ഒരു ഇഷ്ടപ്പെട്ട ഒരു നാച്ചുറായിട്ട് തോന്നി. അതായത് ഒരു 3 സിലിണ്ടർ എഞ്ചിൻ ഉണ്ടാക്കിയപ്പോഴേ റിഫൈൻമെൻറ്റ് ലെവൽ അവർക്ക് കീപ്പ് ചെയ്യാൻ ഇൻ ചെക്കിൽ നിർത്താൻ പറ്റിയത് എനിക്ക് തീർത്തും ഗുണമായിട്ട് തന്നെ തോന്നി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുന്തളിപ്പ് കാണിച്ച് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണോ സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഫാസ്റ്റ് കാർ എന്നുള്ള നിലയിൽ നിന്ന്, അതായത് ഒരു ഫാസ്റ്റ് ഫൺ കാർ എന്ന നിലയിൽ നിന്ന് ഒരു എക്കണോമിക്കലി ആയിട്ടുള്ള ഒരു സ്വിഫ്റ്റായിട്ട് മാറിയിട്ടുള്ളത് നിസ്സംശയം പറയാം. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. ഇപ്പോൾ ആദ്യ ജനറേഷൻ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് 2005 വന്നപ്പോൾ രസമായിരുന്നു വണ്ടി. അതായത് ഇപ്പോൾ 1.3 ആ ഒരു പെട്രോൾ ആണെങ്കിലും ഡീസൽ എഞ്ചിനാണെങ്കിലും മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിനാണെങ്കിലും, അതല്ല പിന്നീട് വന്ന ആ ഒരു അടുത്ത ഒരു ജനറേഷൻ 2011 വന്ന ജനറേഷൻ ആണെങ്കിലും ഒക്കെ വലിയ സ്വിഫ്റ്റുകളായിരുന്നു. 2018 അതിൻ്റെ രൂപം തീർത്തും ഒരു മിനി കൂപ്പർ ഷേ ഞാൻ പറയാം. മിനി കൂപ്പർ ഷേ വണ്ടിയുടെ ഒരു കാര്യത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് അത് എഫിഷ്യൻസിക്ക് വേണ്ടിയായിരുന്നു, വെയിറ്റ് കുറവാണ്, കുറേ അധികം ക്രിറ്റിസിസങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ ഒരു പോയിന്റിലേക്ക് വന്നപ്പോൾ ഈ വണ്ടിക്ക് അത് ഒരുപാട് പുതിയ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അവർ കൊണ്ടുവന്നുള്ള കാര്യമുണ്ട്. 4 സ്റ്റാർ ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നാണ് മാരുതിയുടെ ഒരു ഭാഷ്യം. അതെന്താവുന്നുള്ളത് നമുക്ക് കണ്ടറിയാം.
എനിക്ക് ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു മികവ് നന്നായിട്ട് തോന്നി സ്റ്റിയറിംഗ് ലൈറ്റാണ്. സ്റ്റിയറിംഗിനകത്തൊന്നും പറയാനില്ല, എന്തൂസിയാസ്റ്റിക്കേ അല്ല, സിറ്റി യൂസിന് പറ്റിയ സ്റ്റിയറിംഗ് ആണ് എന്നുള്ള കാര്യമുണ്ട്. പെഡലുകളൊക്കെ ഈസി ടു യൂസ് ആണ്, നമുക്ക് ക്ലച്ചൊന്നും ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഗിയർ ഇത്തിരി കൂടി ഒരു ഷിഫ്റ്റിങ് ശരിക്കും ക്ലിക്ക് ഫീലല്ല, ആ ഒരു പഴയ സ്വിഫ്റ്റിൻ്റെ ഒരു ഫീലിലേക്കല്ല നമുക്ക് പറയാൻ പറ്റുക. അതൊരു ഇത്തിരി കൂടി ഒരു റബ്ബറി ഫീൽ വന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാറായിട്ട് സ്വിഫ്റ്റ് മാറി എന്നുള്ളതാണ്. ഫാസ്റ്റ് എന്നുള്ള ഇക്വേഷൻ നമ്മളോട് മാറ്റി വയ്ക്കുകയാണ്. സ്റ്റിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു ഹൈബ്രിഡ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി ഫണ്ണായിട്ട് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഓടിക്കുന്ന വണ്ടിക്ക് ഇത്തിരി ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും എന്നുള്ളൊരു കാര്യം ആ ഒരു ഹൈബ്രിഡിൻ്റെ കാര്യമായിട്ട് പറയാമെന്ന് തോന്നുന്നു. എന്തായാലും ഈ വണ്ടിക്ക് ഇതിൻ്റേതായിട്ടുള്ള കുറച്ച് മെറിറ്റുകളുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയുടെ രത്ന ചുരുക്കം.